അപ്പോൾ ആദ്യം തന്നെ സോറി, അരമണിക്കൂർ വൈകി. പിന്നെ റെഡിയാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയിലാണ്. നിങ്ങളെ മുഖത്തെ സന്തോഷം കാണുമ്പോഴേ അങ്ങനെ വലിയൊരു സന്തോഷിക്കാനുള്ള വകുപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് കാര്യത്തിൽ കിടക്കാം. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് 11 മണിക്ക് നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. CM ഏകദേശം 1.25 മണിക്കൂറോളം സംസാരിച്ച വിഷയമെന്ന് പറയുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തവും ആ ദുരന്തത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്ന സർക്കാർ ചെലവഴിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെലവാക്കാൻ പോയി എന്ന് പറയുന്ന, ഒരു ശവശരീരം കുഴിച്ചിടാൻ 75,000 രൂപയാണ് ചെലവ് എന്ന രീതിയിൽ ഈ സർക്കാരിനെതിരെ വളരെ മോശമായ രീതിയിൽ സർക്കാർ കൊടുത്ത ഒരു പ്രപ്പോസലിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിനെ ദുരിതാശ്വാസ സമയങ്ങളിൽ സഹായിക്കുന്ന ജനങ്ങളുടെ മനസ്സിലും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതിൽ ഉള്ള നല്ല ശക്തമായ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആ പ്രതിഷേധം രേഖപ്പെടുത്തണം. രണ്ടാമത്തെ എൻ്റെ ഒരു റിക്വസ്റ്റ്, മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ ഫണ്ട്, സഹായ ഫണ്ട്, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. കോടിക്കണക്കിന് രൂപ, 25,000 തൊട്ട് 5 ലക്ഷം വരെ വാങ്ങിക്കൊടുത്ത കേസുണ്ട്. സത്യത്തിൽ അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ചികിത്സാ സഹായ ഫണ്ട് ആളുകൾ അറിഞ്ഞിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രചരണത്തിലേക്ക് ദയവായി നിങ്ങൾ പോകരുത്. കാരണം ഈ സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം അത് കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ആശ്വാസം. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റാണ്, ആ സംഗതിയെങ്കിലും നിലനിർത്തി പോകണം. കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ഇനിയും നിങ്ങൾ പറ്റാവുന്ന സഹായം നൽകണമെന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ മറുപടി പറയാം. ഇവിടെ ഭാഗത്തുക ഉണ്ടായ വിഷയം, ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ്. അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പോലീസിൽ IPS ഉൾപ്പെടെയുള്ള ഒട്ടനവധി സത്യസന്ധരായ, രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ, നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല IQ ഉള്ള ഓഫീസേഴ്സ്, അത് IPS ഓഫീസർ തൊട്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ഉള്ളൊരു സംസ്ഥാനമാണ്. 10ാം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാർ നമ്മുടെ നാട്ടിലില്ല, എഴുത്തും അറിയാത്ത ഒരു പോലീസുകാർ നാട്ടിലില്ല. അപ്പം രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ, അതിലൊരു തർക്കവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബോധ്യം അതാണ്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ CM എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതിലൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ മനോവീര്യം തകരുന്നവർ, പോലീസിലെ മനോവീര്യം തകരുന്നവർ ഞാൻ ഈ പറഞ്ഞ 4-5% മാത്രമാണ്. ഈ ക്രിമിനലുകളാണ്, അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്, ഒട്ടനവധി പോലീസ് ഓഫീസർമാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞതുണ്ട്, സത്യസന്ധമായി പ്രവർത്തിക്കാൻ, ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും സാധാ പോലീസുകാരും. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും, പോലീസിനെതിരെ എന്ത് നടപടിയെടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എളിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന. പിന്നെ രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, സ്വാഭാവികമാണ്. CM പറഞ്ഞ ആ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഞാൻ ഇന്നല്ല അത് അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക്, ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. മാഷി കേട്ടിട്ടില്ലേ? തോമസ് കുട്ടി കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. ഇപ്പോഴല്ല, ഇത് പുറത്ത് വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. ഒരു IPS ഓഫീസർ ഒരു MLAയുടെ കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന 4-5 ദിവസത്തെ കോളാണ്. മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ട് അതിലേറെ വഷളാവും ഈ പോലീസ് ഉദ്യോഗസ്ഥർ. എന്തിനാ കാല് പിടിക്കുന്നത്? ഒരു 10,000 റുപ്യൻ്റെ ഒരു മരക്കഷ്ണം കട്ടുകൊണ്ടുപോയ കേസാണ്. ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവൻ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവൻ, രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം, ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ 10,000 റുപ്യൻ്റെ കേസാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ജനൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാൽ, അവളെ കൈവശമാക്കിയാൽ എന്താ സ്ഥിതി? അതാണ് ആ മരത്തിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മരം തോന്നുന്നുണ്ട്. ആ മരം, ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും, ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ SP, ഇതൊരു അന്വേഷണം നടന്നോട്ടെ. അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾ പരിപൂർണമായി കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ. ഈ അങ്ങാടിയിൽ പാട്ടല്ലേ SP, ഇത് നിങ്ങൾക്കല്ലേ മോശം? ആരോപണം ആരെ വരെയും വരാം, മുഖ്യമന്ത്രിയുടെ വരെയും വരാം, മന്ത്രിമാരുടെ പേരിൽ വരും, പാർട്ടി നേതാക്കന്മാർ, എൻ്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട്. അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ. അതുകൊണ്ട് എന്താണ് SP അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ കാല് പിടിക്കും. അല്ലേ ഹോസട്ടി? അങ്ങനെയല്ലേ? ഈ കാലുപിടുത്തം തുടർന്നു. ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക? അദ്ദേഹം കള്ളനല്ലെങ്കിൽ, ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ, ആയിക്കോട്ടെ MLA അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് സത്യം കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു IPS ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യുമ്പോൾ, ഈ കൊള്ളക്കും കൊലക്കും കൂട്ടു നിൽക്കുന്ന ഒരു IPS ഓഫീസർ ആ ഫോൺ റെക്കോർഡ് പഠിച്ചോടെ എനിക്ക് തന്നല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4-5 ദിവസം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുക. അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ചോദിച്ചെടുക്കുകയാണെന്നുള്ളത്? ഏത് കുട്ടിക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് പോലും അടച്ചു ദൈവം. അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി പോലും അടച്ചു. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സിലെ ഒരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. എന്തായാലും മനസ്സിലാക്കേണ്ടത്? അപ്പം ആ ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഉന്നയിച്ച് വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ് ആണ്. ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതിന്ന് എവിടെ എത്തും? ഇതെല്ലാം ഉണ്ടായിട്ട്, ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് ഇത് തിരിഞ്ഞു വരുന്നുണ്ടോ നിങ്ങൾ? ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. തിരിയട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ചെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മക്കും ഈ പബ്ലിക്കിൻ്റെ എന്താ പറയുക ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്നത് സ്വർണത്തിലെ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നതാണ്. CM അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, ഞാൻ എതിർക്കുകയല്ല. ഈ CM ഇന്ന് പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ 92, 61, 100, 150, 153, 26, 176, 176, 182 കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ 182 കേസ്. 2022 92 കേസ്, 23 61, ഈ വർഷം 24 26 കേസ്. അപ്പോൾ ഈ കേസിൽ പെട്ട പ്രതികൾ ഇവരെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട CM പറഞ്ഞത്. അതും CMൻ്റെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എന്താ വെച്ച് സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് CM പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഇതിലെ ഏതോ ഒരു പത്രമാധ്യമം ഇതിൽ സ്വർണം കൊണ്ടുവന്ന ഒരു പ്രതി അദ്ദേഹം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഏകദേശം 1.5 കിലോളം സ്വർണം കൊണ്ടുവന്നു. കോടതിയിൽ കൊടുക്കുമ്പോൾ 950 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ബാക്കി സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പ്രതി. അതിൽ CMനെ തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഈ കേസ്. ഞാനീ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് തെളിയിക്കാൻ എന്താ മാർഗമുള്ളത്? ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ പറയുന്ന ഈ 172 കേസ് ഈ സ്വർണം കൊണ്ടുവന്നവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവർ പിടിച്ച കേസാണല്ലോ. അവരെത്ര സ്വർണമാണ് കൊണ്ടുവന്നിരുന്നത്? എവിടെ, എയർപോർട്ടിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അവരെ പിടിച്ചത്? പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത്? കൊണ്ടുപോയിട്ട് എന്താണ് ഈ പോലീസ് അവരെ ചെയ്തത്? ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? എവിടെ നിന്നാണ് ഇത് ഉരുക്കിയത്? ഉരുക്കിയിട്ട് ബാക്കി എത്രയാണ് കിട്ടിയത്? പരിശോധിക്കണ്ടേ? പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പറഞ്ഞ റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം ഡ്രസ്സിലും മറ്റും തേച്ചു വന്നു. ആ സ്വർണം കത്തിച്ച് കളഞ്ഞപ്പോൾ എടുത്തത് 950 ഗ്രാമ കിട്ടിയത് എന്ന് പോലീസ് റിപ്പോർട്ട്സ് കൊടുത്തിരിക്കുക. എന്തുമാത്രം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്? കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കൂടി വിശദമായി വ്യക്തിപരമായി പഠിക്കണം. സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എവിടുന്നാണ് സ്വർണം പിടിക്കുന്നത്? ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലിട്ടിട്ടാണ്. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണവുമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെൻറ്റീവ്. ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടതാരാ? പിടിക്കേണ്ടത് കസ്റ്റംസാണ്. ഉടനടി അവർക്ക് വിവരം കൊടുക്കണം. ഒരു കേസിലും വിവരം കൊടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പരിശോധിക്കട്ടെ, എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? ആ ഇൻഫർമേഷൻ കൊടുത്താൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് 20% റിവാർഡാണ്. ഞങ്ങൾ പത്രക്കാർക്ക് തരാം. കസ്റ്റംസിൻ്റെ റിവാർഡ് സ്കീം ശരിക്കും നോക്കിക്കോ. ഫോർ ഇൻഫോമേഴ്സ്. ഇത് 2018 36/2018 സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ സർക്കുലറാണ്. 20% ഇൻഫോമർക്ക് കിട്ടും. അത് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി പുറത്തുനിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവർക്കും അതിൻ്റെ ഷെയർ ഉണ്ട്. ഇന്ന് വരെ ഈ 170 കേസ് കിടിച്ചിട്ട് ഈ റിവാർഡ് വേണ്ട സുജിത് ദാസിനും ടീമിനും കോടികൾ കിട്ടും അവർക്ക്. എന്താ ചെയ്തത്?
അവിടുന്ന് നേരെ ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് കടത്തിക്കൊണ്ട് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഒന്നും വേണ്ട, CM ആ കൊണ്ടോട്ടിയിലെ തട്ടാൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു. ഉണ്ണി വേണു എന്താണ് ആ തട്ടാൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. ഇങ്ങനെ പച്ചയായി കൊണ്ടോട്ടി അങ്ങാടിയിലെ ടാക്സിക്കാർക്കറിയാം, കൊണ്ടോട്ടി അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്കറിയാം, കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വരുന്നവർക്കറിയാം, കൊണ്ടോട്ടി അങ്ങാടിയിലെ കടല വറക്കുന്നവർക്കറിയാം, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇത് നടക്കുകയായിരുന്നു. കരിയറായി വന്നിട്ടുള്ള പല പാസഞ്ചറിനെയും അതിമൃഗീയമായി ഇവർ മർദ്ദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡാൻസ് ഓഫ് ടീം ഇവരെ ഈ പറയുന്ന മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി പുറം ലോകം നിങ്ങൾ കാണൂലെന്ന് ഈ കണ്ടു കാണപ്പെട്ട കൊണ്ടുവന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവരെ പിടിച്ച് അന്വേഷിക്കണ്ടേ? ഇപ്പോഴും അന്വേഷണം അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞാൻ തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകളൊക്കെ ചെറുതായിട്ട് തയ്യാറായി വന്നിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഇതുവരെ ഈ ADGPയെ മാറ്റാത്തതുകൊണ്ട് പലരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. അവരാരും വരുന്നില്ല. ഞാൻ ഈ കൊണ്ടുവന്ന കാരിയസിനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും വരില്ല, നിങ്ങൾ സ്വകാര്യമായിട്ട് IG-ക്ക് DGPക്കോ മൊഴി കൊടുത്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു, അന്വറാക്ക നിങ്ങൾ ഇപ്പോൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, ഇത് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നായിരിക്കും, ഞങ്ങൾ വീണ്ടും കുടുങ്ങും. അപ്പോൾ ഞാൻ 1-2 ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ ഏർപ്പാട് ഇതാണ്, സ്വർണം കൊണ്ടുവരിക, കടത്തുക, പിന്നെയും പോവുക, ജാമ്യത്തിൽ ഇറങ്ങിയ ഇതാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ ശല്യമെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ, അതെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നാല് സത്യം പറ എന്ന് വരെ ഞാൻ പറയേണ്ടി വന്നു. എനിക്ക് മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് പോലും അവർ തയ്യാറായി വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം എന്താ? ഈ പറഞ്ഞ വിഷയങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, ഇത് അന്വേഷിക്കുന്ന CM-ൻ്റെ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് പോലീസ് സ്വർണം കസ്റ്റഡിയിലെടുക്കുന്നത്? എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡിയിലെടുക്കുന്നത്? 102 CRPC. എന്താണ് 102 CRPC? ഏത് മലയാളത്തിലും കാണിച്ചു നോക്കിയാൽ കാണാം. ഒരു അങ്ങാടിയിൽ ഒരാളെ കണ്ടു, ഓനെ വെറുതെ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ കാര്യം ചോദിക്കും, ഓനെ തപ്പിപ്പിടുത്തം വന്നു. കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു. പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പം കളവ് മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയെയും ആ മുതലും കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് 102 CRPC. ഈ കേസ് മുഴുവൻ എടുത്തത് 102 CRPC-ലാണ്. ഇതെങ്ങനെ അവർ സംശയിക്കുന്നത് കളവ് മുതലാണെന്ന്? ഇത് ആ പാസഞ്ചർ കയ്യിൽ അയാൾ വന്ന പാസ്പോർട്ട് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, അയാൾ വിദേശത്ത് വന്നാണ്. അയാളിത് കളവായി കൊണ്ടുവന്നല്ല, അയാൾ ടാക്സ് വെട്ടിച്ച് കടത്തിയതാണ്. സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ യാതൊരു നിയമ തടസ്സമില്ലല്ലോ. മയക്കുമരുന്ന് വില ബാൻ ചെയ്യപ്പെട്ട സാധനമല്ല സ്വർണം. ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം. ആ ടാക്സാണ് ഇവർ വെട്ടിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് കളവ് മുതലല്ല, കോടതിയിൽ നിൽക്കില്ല. എന്നാൽ പിന്നെ പുറത്തെത്തിയാൽ എന്താ ചെയ്യേണ്ടത്? അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റംസിനെ അറിയിച്ചില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സാധനം ഈ പ്രതിയെ നേരെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ഓൻ്റെ ട്രൗസറും ഷെഡി അഴിച്ച് അതും ഉരുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്രൗസറും ഷെഡി ആളെയും കൂട്ടിയിട്ട് നേരെ കസ്റ്റംസ് കൊണ്ടുപോയി വെച്ചാൽ മതി. അവർ ചെയ്യേണ്ട പണിയാണ്, അതിനവർക്ക് സംവിധാനമുണ്ട്. എന്തിനാണ് പണി ഈ പോലീസ് ചെയ്യുന്നത്? പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇതിൽ? അവിടെയാണ് ഇതിൻ്റെ കള്ളത്തരം. അവിടെയാണ് കള്ളത്തരം. ഡയറക്റ്റ് ഇൻഫോം ചെയ്ത് അതിൻ്റെ റിവാർഡ് വാങ്ങുന്നതിന് പകരം ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഇവരുടെ കേന്ദ്രങ്ങൾ കൊണ്ടുപോയി അടിച്ച് കുത്തി നശിപ്പിച്ച് ഇവർക്ക് ആവശ്യമായ സ്വർണ്ണം എടുത്ത് അത് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയാണ്. ഒരൊറ്റ കേസ് നിൽക്കില്ല എന്നാണ് വക്കീൽമാർ പറഞ്ഞത്. കാരണം എന്താ അറിയോ? ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സാധാരണ കള്ളന്മാരെ പിടിച്ചാൽ പോലീസ് 161 സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കുക. ആ കടലാസിൻ്റെ വിലയുള്ളൂ ഇന്ത്യയിലെ നിയമത്തിനത്. കാരണം നമ്മളതിൽ ഒപ്പിടിക്കുന്നില്ല. അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, പോലീസുകാർ പറയും, ആ മൊഴി അവനങ്ങ് എഴുതും, ഇത് എൻ്റെ സ്വന്തം മൊഴി അവിടെ വെക്കും. കോടതിയിൽ പുല്ല് വിലയില്ല. അതുകൊണ്ടാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്തിന്? കോടതിയിൽ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്, അത് വാലിഡാണ്. പക്ഷേ കസ്റ്റംസ് ആക്ടിൽ CRPC അല്ല, സോറി,
കസ്റ്റംസ് ആക്ട് 102, 108 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ 161 സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കോടതിയിൽ വാലിഡ് അല്ല. അത് കോടതിൻ്റെ ഡിസ്ക്രിഷനാണ്. അത് എടുക്കണോ വേണ്ടതെന്ന് കോടതിക്ക് തീരുമാനിക്കാം. പക്ഷേ കസ്റ്റംസിലേക്ക് ഇതെത്തി കസ്റ്റംസ് ഈ സ്വർണം കൊടുക്കുന്നവൻ്റെ മൊഴിയെടുത്താൽ അത് കസ്റ്റംസ് ആക്ട് 108 ആണ്. 108 എഴുതി മൊഴി എഴുതി ഒപ്പിട്ട് കൊടുക്കണം. 161 ഒപ്പിടലില്ല. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ അതേ കാര്യം കോടതി അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രതിയെ സംബന്ധിച്ച് പിന്നെ അതിന് മാറ്റി പറയാൻ കഴിയില്ല. മാറ്റി പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ അത് ചെയ്യുന്ന കസ്റ്റംസാണ്, അത് ചെയ്യേണ്ടത് കസ്റ്റംസാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന 168, 70 കേസും വിട്ടുപോകുമെന്നാണ് പറയുന്നത്. പലതും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ കേസും നിൽക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാനൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ട് ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ. എന്തുദ്ദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിന്ന് പറയിപ്പിച്ചതാണ്. എന്താണ് ആ റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവരെഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, ADGP അജിത് കുമാർ എഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്. ഈ 170 ആളെ കേസെടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരെ ആരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം മരമുറി കേസ് നടക്കണമല്ലേ, അന്വേഷണം നടക്കുക. വിജിലൻസിന് കൊടുത്തു. ഞാൻ 2 ദിവസമായിട്ടാണ് അതൊന്ന് അന്വേഷിക്കാൻ പറ്റിയത്. വിജിലൻസിൻ്റെ അന്വേഷണം സത്യസന്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മരം ലേലത്തിന് മുറിച്ച് എടുത്തു കൊണ്ടുപോയ ആളുകളെ ഈ മരത്തിൻ്റെ കുറ്റി പോയി കണ്ടെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ഏത് മരം മുറിച്ചത്, അന്ന് ഞങ്ങൾ ലേലത്തിന് എടുത്ത് പോയതാണ്. അപ്പോൾ ഫോട്ടോ കാണിച്ചെടുത്തു മരത്തിൻ്റെ കുറ്റി. എടുത്ത വ്യക്തി പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവില്ല, അവിടെ മരത്തിൻ്റെ കുറ്റി അവിടെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നാൽ ഞാൻ മുറിച്ച മരം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആ മരം ലേലത്തിനെടുത്ത ആ വ്യക്തിയെ സൈറ്റിൽ കൊണ്ടുപോയി അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ അരമണിക്കൂർ മുമ്പ് വരെ തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ മരമുറി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പോലീസിന് ഇത് പിടിക്കാനുള്ള അധികാരം, എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട്. റോഡ് സൈഡിൽ എന്ത് കണ്ടാലും എവിടെയും പിടിക്കാം. മണ്ണ് പിടിക്കണില്ലേ? പോലീസിന് അധികാരം എന്താ? മണ്ണ് പിടിച്ചാൽ നേരെ ജിയോളജിക്ക് കൈമാറണം. അത് ജിയോളജിയാണ്. പിടിക്കാനുള്ള അധികാരമുണ്ട്. പിടിച്ചാൽ ആ പ്രതിയെയും തൊണ്ടി മുതൽ ഉൾപ്പെടെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി ജിയോളജി അതിന് ഫൈൻ അടിച്ച് റിലീസ് ചെയ്യുക, കോൺഫിസ്കേറ്റ് ചെയ്യുക ചെയ്യും. അല്ലേ? അല്ല തോമസ് കുട്ടി, അങ്ങനെ ആണോ? അപ്പോൾ അത് പോലീസിൻ്റെ പണിയാണോ? പോലീസിന് പിടിച്ചു കൊടുക്കാം. ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ച് പോവാ കള്ളന്മാർ. പാതിരാത്രിയിലെ പോലീസ് പട്രോളിൽ ഒരു ലോറി മരം കണ്ടു. പോലീസിന് സംശയം തോന്നി തടഞ്ഞു നിർത്തി. നോക്കുമ്പോൾ ഫോറസ്റ്റിൽ നിന്ന് മുറിച്ചുമായ മരമാണെന്ന് ബോധ്യപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? ഉടനെ എന്ത് ചെയ്യണം? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫോം ചെയ്യണം. ഇവിടുന്ന് റേഞ്ചർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ വരണം, വണ്ടി കണ്ടെടുക്കും. പോലീസിൻ്റെ ആ GD എൻട്രി കഴിഞ്ഞാൽ ഓൾ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം ഡ്രഗ്സ്, ഏത് ഡ്രഗ്സ്? നമ്മൾ കഴിക്കുന്ന മരുന്ന്, പല ജാതി ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പോലീസ് ചിലപ്പോൾ പിടിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഉമകത്ത് കിട്ടും, ഇന്ന സ്റ്റോറിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. പോലീസിന് പോകാം, ഈ സാധനം കസ്റ്റഡിയിൽ എടുക്കാം. എന്താ ചെയ്യുക? എടുത്താൽ നേരെ ജില്ലാ ഡ്രഗ്സ് കൺട്രോളിന് കൈമാറും. അതാണ് നിയമം അനുശാസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും സ്വർണം കണ്ടെടുത്തപ്പോൾ അത് കട്ടുരുക്കി കൊണ്ടുവരാമെന്ന് പോലീസിന് വിചാരിച്ചാൽ ആ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അത് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്താം. ഇത് എയർപോർട്ടിൻ്റെ മുറ്റത്ത്
ഈ വരുന്ന പാസഞ്ചറെ പോക്കറ്റിൽ ഈ പറയുന്ന പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഉണ്ട്. അവിടുന്ന് വരികയെന്നറിയും. എവിടുന്നും കളവ് നടത്തി വരില്ല. ഇവൻ കസ്റ്റംസിനെ വെട്ടിച്ച് നികുതി വെട്ടിച്ച് വരിക എന്നുള്ള പരിപൂർണ ബോധ്യം ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? നേരെ പിടിച്ച് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടെയാണ് ഈ സംശയങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ആമുഖമായിട്ട് പറയാനുള്ളത്. എന്താണ് നേർക്ക് നേരെ ചോദിക്കുന്നത്? നേർക്ക് നേരെ തരം പറയാം. കറക്റ്റായിട്ട് ചോദിച്ചാൽ കറക്റ്റായിട്ട്. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമായി മാറുന്നത്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ഞാനൊരു മിനിറ്റ് ചോദിച്ചിട്ട് പറയട്ടെ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല. എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CM-നെ അങ്ങനെ വിശ്വസിപ്പിക്കും, CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CM-നെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM-ആണ് പഠിക്കേണ്ടത്. അല്ല, അത് വാസ്തവമാണ്. ഞാൻ പറയുന്ന ഒക്കെ പങ്കം ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടികാരിയായിട്ടല്ലേ പി ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ പോവാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിൻ്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയുക, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ, അവൻ്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. എത്ര കേസിന് ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു ഈ പോലീസ്. എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിൻ്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ടുകൊടുക്കുന്നു. അപ്പം അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ, വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസിന് ചെയ്യാൻ പറ്റുന്നത്? എന്താ പി ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ ഉടക്കുന്നത്. അവിടെയാണ് ഞാൻ പി ശശിയായിട്ട് ഉടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല പോയത്, ഈ നാടിൻ്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ പറയുന്നവൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CMA ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയുക, ഒന്നെന്നെ തള്ളിത്തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ പോകുന്നെത്തുന്നതോട് കൂടിയിട്ട് ചിത്രം അങ്ങോട്ട് മാറുക. അജിത് കുമാറിൻ്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുന്നതിന് ഒറ്റുകൊടുത്തു. അത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട്, അവൻ അറിഞ്ഞു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നുണ്ട്, ഇപ്പം വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന എൻ്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി.
അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. താങ്കൾ പരാതി നൽകിയ രീതി ശരിയായില്ല, അത് സിഎമ്മിനെ അറിയിക്കാമായിരുന്നു. അതിനുശേഷം പലവട്ടം ബന്ധപ്പെട്ടു, പക്ഷേ വാർത്താസമ്മേളനം തീർച്ചയായിട്ടും നടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPM-ൻ്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെൻറ്ററിൽ കത്ത് കൊടുത്തോനാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കൊരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങോട്ടേ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻസ്കറിയുമായി ബന്ധപ്പെട്ട് ഇവനെപ്പോലെയുള്ള ചെറുതും വലിയതുമായ സാജൻസ്കറിയകൾ അവർ ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയമായതുകൊണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അല്ല എൻ്റെ വലിപ്പം കൊണ്ടാണോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചാലോ? ഞാൻ അങ്ങനെ ആനപ്പുറത്താണ്? അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ. ഈ ഇരിക്കണം നിങ്ങളാണ് പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDF-ൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്ന് ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന്. അന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തോമസ് കുട്ടി, ഡേറ്റ് വേണമെങ്കിൽ തരാം, പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവേ, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇത് എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS 25 കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി ഒരു 4 IPS കുട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ത്യജിച്ച് ഈ ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസ്സമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സഹോദരി ഓടി ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനലിസം ഇവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാളും ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കും വേണ്ട നിങ്ങൾ. എനിക്ക് അങ്ങനെ തകരുന്ന മനോവീര്യമല്ല. എൻ്റെ മനോവീര്യം മഞ്ഞുകട്ടോണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്. നിൽക്കാതെ എറിയില്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വരും നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനൊന്നിതായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം കക്കാടംപൊഴിയിൽ. ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം. അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോൾ അന്ന് മായശില്ല. നമ്മളോട് ലോകിലൊക്കെ പറഞ്ഞു, പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം? സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PV Anwar എന്ത് ചെയ്തു പറയും? പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമമായിരുന്നു. ഈ വാർത്ത ഇങ്ങനെ വരുമോ? അവിടെ മാന്തി, ഇവിടെ മാന്തി, അവിടെ തിരക്കി, ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ? പണ്ടാറടക്കി ആദ്യമായിട്ട് ഒരു MLA ആയതാ. മനുഷ്യൻ്റെ മുമ്പിൽ വഷളാകുമല്ലോ. അന്ന് PV Anwar തീരുമാനിച്ചു, നിങ്ങളുണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ, അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം എപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക് അത് വിട്ടാളി നമ്മുടെ അടുത്തേക്ക് വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ ബേജാറാവണെന്ന്? എനിക്കിനി എന്തിനും നിങ്ങളെന്തിനാ ബേജാറാണ്? എനിക്കങ്ങനെ ബേജാറുണ്ടെങ്കിലല്ലേ? അല്ല, എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരാരുടെ നീ നിനക്ക് കുറച്ചൊരു സേപ്പ് എന്നോടുണ്ട്. അതിന് നീ എന്തിനാ ബേജാറാവണെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11ാം ക്ലാസ്സിലാണ്. അതെന്താ പറഞ്ഞറിയോ? ഇപ്പോൾ പൊയ്ക്കോന്ന്. ഉപ്പാനെ ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫുണ്ട്, അവർ വിളിച്ചു, ഉപ്പ പൊയ്ക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യത്തിന് അയക്കണം, ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ഞാൻ ആരെയും പരിഗണിക്കേണ്ടത്? ആരെ പരിഗണിക്കേണ്ടത്? പിന്നെ ഈ അജിത് കുമാറിൻ്റെ ഈ വാലോട്ടത്തിനോ? നിങ്ങൾ ആളെ നോക്കണം. നിങ്ങൾ
മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി ഞാൻ എങ്ങനെ ശ്രമിക്കും? ഞാൻ ഒരാളെ തെറ്റിദ്ധാരണ തിരുത്താനില്ല. തിരുത്തണമെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചോല് തിരുത്തി കൊടുത്തോട്ടെ. മുഖ്യമന്ത്രി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എപ്പോ ആണെങ്കിൽ മുഖ്യമന്ത്രി കാണും. എനിക്കെന്താ മുഖ്യമന്ത്രി കാണാൻ? അതെന്റെ നേതാവല്ലേ? അല്ല പൊന്നാര മനുഷ്യൻ അല്ലാതെ നമുക്ക് കാണാമെന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പാലേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറില്ല. എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ച പോലെ MLA വെള്ളം കുടിപ്പിച്ചു തന്നെ എഴുതേണ്ട ആഴ്ചക്കാണ്. എന്താ ചെയ്യാൻ? ചില കാര്യം തിരിച്ചറിയാൻ ചില സമയമെടുക്കും ചിലപ്പോൾ. അങ്ങനെയാണല്ലോ. സ്വർണ്ണക്കടത്ത് മാഫിയ ഇതിലൊക്കെ പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരുടെ വിരോധമാണ് പോലീസിനെതിരായത്. അതിന് അല്ല, അത് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ. അങ്ങനെയൊക്കെ പറയാതെ പറയും. ചിലപ്പോൾ ഞാൻ ഈ സ്വർണ്ണക്കേസിലോ കള്ളക്കേസിലോ കൊൽപ്പണത്തിലോ ഒക്കെ എന്നെ ബുക്ക് ചെയ്യപ്പെട്ടേക്കാം. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കുറേ കണ്ട്. ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്? ആളുകളെ പേര് പറയണോ? ദേശീയ നേതാക്കന്മാരും എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. കുറച്ച് റെസ്റ്റ് ഇട്ട് ജയിലിൽ പോയാലും ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് കറക്റ്റായിട്ട് ഭക്ഷണം, 5 മണിക്ക് കാപ്പി, പിന്നെന്താ പറയുക 7 മണിക്ക് മറ്റേത്, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ്, നല്ല പച്ചക്കറി, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട്. അത്രയല്ലേ ഉള്ളൂ. നോ പ്രോബ്ലം. ആര് രാജിവെക്കണം? നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത നിങ്ങളോട് എന്ത് രാജിയാണ് പറയണേ? വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ലാത്തൊരു വ്യക്തിയോട് ഞാൻ എന്താണ് സത്യം പറയാം. എനിക്കൊരു നാണക്കേട് തോന്നി നിങ്ങളെക്കുറിച്ച്. ഇത്ര എളുപ്പമൊഴിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയാലേ വളരെ അവസ്ഥയാണ്. വളരെ മോശമാവും. അവനാ തിന്നത് അതിനൊരു ഉളുപ്പുണ്ടാവില്ലേ? അങ്ങനെയൊന്നും പത്രക്കാർ ഇത്ര ഉളുപ്പില്ലാതെ ആവരുത്. ഈ വന്ന മനുഷ്യന്മാർക്ക് മുഴുവൻ അപമാനമായി. നിങ്ങൾ ചെയ്ത ശരിയായില്ല. ഞാൻ നിങ്ങൾ എല്ലാവരോടും അല്ല കേട്ടോ. അല്ല, എനിക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത താങ്കൾ എനിക്ക് വില ഇടണ്ട. അത് നിങ്ങൾ വില ഇടണ്ട. എനിക്ക് വില വേണ്ട. എനിക്ക് 0 മതി. മനസ്സിലായില്ലേ? പട്ട 0. ഐ ആം ഹാപ്പി വിത്ത്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കതിനെ പറ്റുന്ന അറിയില്ല. ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിച്ചു? പാർട്ടി നിയമിച്ച വേറെ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പി ശശിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെങ്കിൽ തിരുത്താൻ മറ്റാരുമില്ല അവിടെ. എനിക്കറിയില്ലോ. നമ്മളീ നാട്ടുകാരനെ അല്ലോ.